ഹലോ, ഞങ്ങളിത് ഒരുങ്ങിയിരിക്കുന്നത് എന്താണെന്ന് പറയുക ഗൈസ്. അടുത്ത ട്രിപ്പ് പോകാനുള്ള പരിപാടി കേട്ടോ. ഞങ്ങൾ ഫാമിലിയിൽ നിന്ന് ഞങ്ങൾ വീട്ടിലെല്ലാവരും ഉണ്ണൂട്ടനും അമ്മൂൻ്റെ അനിയത്തിക്കുട്ടി ഗൗരിയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ചേച്ചി പെണ്ണൊക്കെ ഒരുങ്ങി സുന്ദരിയായിട്ടുണ്ട്. ഇവിടെ ആരാധിക്കുട്ടൻ്റെ മുടി അമ്മതേ കെട്ടി കൊടുക്കുകയാണ്. എങ്ങടാ പോകണമെന്നല്ലേ, എങ്ങടാ പോകണമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലോ. ഞങ്ങൾ ഊട്ടിയിലേക്ക് പോകാനുള്ള പരിപാടിയൊക്കെ പ്ലാനൊക്കെ തലേദിവസം വരെ ഇട്ടതാണ് കേട്ടോ. എന്നിട്ട് പിറ്റത്തു അന്ന് തന്നെ രാത്രി ആകുമ്പോഴേക്കും ആ പ്ലാനൊക്കെ മാറി. കാരണം ഊട്ടിക്ക് പോകുമ്പോൾ ഭയങ്കര തിരക്കും ക്രൗഡും പിന്നെ ക്യൂ ഒക്കെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഊട്ടിയിലത്തെ പ്ലാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ പിള്ളേർക്ക് വിഷമം വെച്ചിട്ട് ഞങ്ങൾ മൂന്നാർക്ക് തന്നെ അങ്ങോട്ട് വിട്ടു പിടിച്ചു ഗൈസ്. പ്രാവശ്യം ട്രാവലറിലാണ് കേട്ടോ, ഞങ്ങളുടെ കാറുകളിലൊന്നല്ല. കാരണം 3 ഫാമിലി ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ വണ്ടി ഒന്നും ഓടിക്കേണ്ട ആവശ്യം ഞങ്ങൾ ട്രാവലറിലാണ് കേട്ടോ. അപ്പോൾ ട്രാവലർ ദേ വന്നു, ഞങ്ങൾ അതിലൊക്കെ കയറി. ഇപ്പം എവിടെ ആയാലും ഞങ്ങളെല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു സന്തോഷമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിതേ പുറപ്പെട്ട് അവിടെയൊക്കെ എത്തി ഗൈസ്. അവിടെ എത്താറായപ്പോൾ ഉറങ്ങിക്കിടക്കണവരൊക്കെ പതുക്കെ എണീറ്റു കേട്ടോ. അപ്പോൾ അവിടെ രാവിലത്തെ ഒരു ക്ലൈമറ്റ് അത് സൂപ്പറാണ് കേട്ടോ. അത് നമ്മുടെ മൂന്നാർ 1 2 3 എത്ര പ്രാവശ്യം വന്നാലും അതൊരു വൈബ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങി യൂറിൻ പാസ് ചെയ്യാനൊക്കെ ആയിട്ട് എങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ല രസമുണ്ടായിരുന്നു, റിപ്പിൾ ടീരെ ഒരു ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനൊരു ഷോർട്സിൽ റീൽസ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ആക്കിയത്. അപ്പോൾ അവിടെ അട്ടുണ്ടെന്ന് പറഞ്ഞോട് ഞാൻ പേടിച്ചോടിയതാണ് ഗൈസ്. അങ്ങനെ അമ്മൂസും എല്ലാവരും ഇറങ്ങി ഞങ്ങളുടെ കാലമൊക്കെ ഒന്ന് നിവർത്തുന്നത്. അത്ര നേരം അങ്ങനെ അവിടെ ഇരുന്നതല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങളൊന്ന് കുറച്ച് സുന്ദരിയൊക്കെ ആവാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പുലർച്ചെ കയറിയതല്ലേ. അതിന് ശേഷം നല്ല വിശപ്പിൻ്റെ വിളി വന്നപ്പോഴേ നമ്മൾ പൊങ്കൽ കഴിക്കാനുള്ള പരിപാടി കേട്ടോ. പൊങ്കലാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ അമ്മൂട്ടൻ ഗീറ്റ്ലി പറഞ്ഞു, ഗീറ്റ്ലി സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് തരികയായിരുന്നു. അപ്പോൾ ഞാനത് കഴിച്ച് നോക്കിയപ്പോൾ എന്താ ഒരു ടേസ്റ്റ്. പൊങ്കൽ വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. അതുപോലെ ഇവിടെ അച്ഛൻ മസാല ദോശയൊക്കെ ആയിരുന്നു കേട്ടോ. മസാല ദോശ അല്ല, നെയ് റോസ്റ്റ്. അപ്പോൾ ഓക്കെ ഗായ്സ്.